ബ്രാൻഡി സാപ്പ എല്ലാം ഒളിച്ചാണ്. യൂത്തായിട്ടുണ്ട്, ചേഞ്ച് വന്നാൽ കൊള്ളാം. ചേഞ്ച് കിട്ടിയ കുറച്ച് ബെറ്റർ ആയിട്ടിരിക്കും. അത് പെട്ടെന്ന് എങ്ങനെയോ ഇതുകൊണ്ട് കിട്ടിയതിന് അവർ നല്ലത് ചെയ്താ നല്ലത്. ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വളർച്ച ഉണ്ടാവും. ഓരോരുത്തരും അങ്ങനെ ജനങ്ങളുടെ കാശുണ്ടാക്കി രക്ഷപ്പെട്ടു പോണ്ട. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കേരള തമിഴ്നാട് ബോർഡറിലാണ്. പ്രിയപ്പെട്ട ഇളയ ദളപതി വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഇതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ തമിഴ്നാട് കടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയെ കുറിച്ച് എന്താണ് അവർ പറയുന്നത്, അല്ലെ വിജയ് എങ്ങനെ മുഖ്യമന്ത്രിയായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് ചോദിച്ചറിയാം. നല്ല ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വളർച്ച ഉണ്ടാവും, ഇതൊക്കെ നമ്മൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് ഇന്നലെയായിട്ട്. അത് പോയിട്ട് ബ്രാൻഡി സാപ്പ എല്ലാം ഒളിച്ചാണ്. ബ്രാൻഡി സാപ്പ് ഒളിച്ചാണ്. എനിക്ക് 33 വയസ്സാ. എന്നെ മോയി കുടിച്ചു കൊണ്ട് വീട്ടിലെ കൂടെ എന്നെ ഏറ്റാതെ ഇട്ടിരിക്കുന്നതായി. അതുകൊണ്ട് இந்த போத பொருள் எல்லாத்தையும் ஒழிச்சு தரலாம். இந்த உருப்படியெல்லாம் தள்ളുപടിയാക്കി തരണം. വേറെ ഒന്നും ചെയ്യാൻ കുഴപ്പമായി. യൂത്തായിട്ടുണ്ട്, ചേഞ്ച് വന്നാൽ കൊള്ളാം. ചേഞ്ച് കിട്ടിയ കുറച്ച് ബെറ്റർ ആയിട്ടിരിക്കും. എല്ലാ ഇതിനു മുമ്പ് ലൈക്ക് ഫുൾ കറപ്ഷൻ, വിജയിന്റെ വൈറ്റ് ലെറ്റർ അതൊക്കെ കൊണ്ടുവരുമ്പം കുറച്ച് കറക്ഷനൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ കൊള്ളാം. കറപ്ഷൻ ഇല്ലെങ്കിൽ ഇതൊക്കെ നോർമലൈസ് ആണ്. ആദ്യമായിട്ട് വന്നത്, പിന്നെ ആരും പറഞ്ഞില്ല അങ്ങനെ ഇത്രയും ഭൂരിപക്ഷത്തിൽ വരുമെന്ന്. ഒരു 10 സീറ്റ് 15 സീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ തന്നെ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ എണ്ണി നോക്കിയപ്പോൾ അറിയാം ഇങ്ങനെ വന്നത്. ഞെട്ടിപ്പോ അല്ലേ? ഇത്ര വർഷം കൊണ്ട് അവർ നടത്തുകയാണ്. ഒരു ആശയം അവർ നടക്കട്ടെ, നോക്കാം. എംജിആർ സാറിന്റെ ആ ഒരു റെക്കോർഡ് ആ ചരിത്രം തിരുത്തി കുറിച്ചു വിജയ്. ഇവർ 2 വർഷം കൊണ്ട് പാർട്ടി ഉണ്ടാക്കി മുഖ്യമന്ത്രി. അത് വലിയൊരു കാരണം. പുള്ളിക്കാരൻ വന്നിട്ട് 2 വർഷം കൊണ്ടാണ് പാർട്ടി രൂപീകരിച്ച് പെട്ടെന്ന് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫിലിം സ്റ്റാർ, അതായത് സിനിമാ നടനായിട്ടൊരു തമിഴ്നാട് മുഖ്യമന്ത്രി ആവുന്നത്. അതൊക്കെ നല്ല പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എല്ലാവരും ഊഴൽ പണിட்டு இருக்காங்க. இது ஒன்றும் நல்லா போச்செങ്കിൽ பிரச்சனை இல்லை. அதான் இனி அடுத்த ஸ்டெப்பாவது எடுக்க நல்லா போச்செങ്കിൽ இனி 10 வருஷம் 15 வருஷம் வைக்கலாம். இல்லை திடீர்னு எல்லாரும் போல கமத்திட்டு போனா പിന്നെ നല്ലതാണ് പോകണം. അത് ഇലവസത്തിനെ നിർത്തി എല്ലാ വിലവാസിയെ കുറയ്ക്കാം. ഇലവസത്തെ എല്ലാം നിർത്തണം. ബസ് പയണം എന്തെല്ലാം ഇലവസം പറഞ്ഞ എല്ലാം കുറയ്ക്കണം. അതെല്ലാം നിർത്തിയിട്ട് എല്ലാം വിലവാസിയെ കുറയ്ക്കാം. അത് തന്നെ നമുക്ക് വേണ്ടത്. இன்னைக்கு ஏடிமிகே டிஎம்கே ஆளுன்றது ஒருஆளுட்டு 5 வருஷம் ഒരാളുണ്ട് പാകട്ടെ. മക്കൾ നല്ലത് നടക്കുന്നതാണ് പാപ്പം. ഒരു വലിയ മാറ്റം ഉണ്ടാവും തോന്നുന്നു. വലിയ മാറ്റം ഉണ്ടാവും. ആരെങ്കിലും ഇടഞ്ചൽ പെണ്ണായിരുന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. തിമുക എഡിമിക കൂടുതൽ പ്രഷർ കൊടുക്കാതിരുന്നില്ല, മാറ്റങ്ങൾ വരും. അത്രയും മോശം പറഞ്ഞായിരുന്നോ ഡിഎംകെയുടെ? ഡിഎംകെ മോശമാണില്ല, പറ്റിപ്പ് ആൾക്കാരെ പറ്റിപ്പാ ഫുള്ള പറ്റിപ്പ് തെറ്റിപ്പ് അതാണ് അവന്മാർ നടത്തുന്നത് ഫുള്ളായിട്ട്. ഈ മുഖ്യമന്ത്രി ആവുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു മാറ്റം വരും. ചെറിയ ഈ കോളേജ് പഠിക്കുന്ന പിള്ളേരും മറ്റ് എല്ലാ വിദ്യാർത്ഥികളും പുള്ളിക്ക് സപ്പോർട്ട്. വയസ്സായവരും. എനിക്ക് വയസ്സ് 56. ഞാൻ വോട്ട് ചെയ്തു. പക്ഷേ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. ഞങ്ങളെ വോട്ട് കൊണ്ട് അദ്ദേഹം ജയിച്ചില്ല. പക്ഷെ കോൺഗ്രസ് അവർക്ക് കൂട്ട് ചെയ്തു. അതാണ് ദൈവം എല്ലാം നല്ലതേ നടത്തും. ഓരോരുത്തരും അങ്ങനെ ജനങ്ങളുടെ കാശുണ്ടാക്കി രക്ഷപ്പെട്ടു പോണ്ട. അധ്വാനിച്ച് ജീവിക്കണം. പഠിച്ച പിള്ളേർക്ക് ജോലി കിട്ടണം. പഠിച്ചവർക്ക് ജോലി കിട്ടണം. അത്ര മോശം പറഞ്ഞായിരുന്നോ? അത്രയും മോശമായിരുന്നു. പഠിച്ചവർക്കൊന്നും ജോലി കൊടുത്തില്ല. ഇതാണ് സത്യം. അവര് നല്ല പോയിന്റാണ്. നല്ല പോയിന്റാണ്. വന്നത് നല്ലത് തന്നെ. നോക്കട്ടെ എങ്ങനെയൊക്കെ ചെയ്യുന്നെന്നുള്ളത് നോക്കട്ടെ. അത് പെട്ടെന്ന് എങ്ങനെയോ ഇതുകൊണ്ട് കിട്ടിയതിന് അവർ നല്ലത് ചെയ്താ നല്ലത്. ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇഷ്ടപ്പെടാതെ? ഞാൻ ആപ്പോസിറ്റ് എതിർത്താക്ക് വോട്ട് പോട്ടെ. അവനെ പിടിക്കില്ല. അവനാണ് ചൊല്ലൂടാതെ അവനെ പിടിക്കില്ല. എന്തുകൊണ്ടാണ് വിജയ്ക്ക് ഓപ്പോസിറ്റ് വോട്ട് ചെയ്തേ? ஆப்போசிட்டா? அவர் சினிமா நடிகர், அவ்வளவுதான். வேற என்ன அவருக்கு தெரியும்? எதுவுமே தெரியாது தானே. ஒரு சினிமா நடிகர்கிட்ட எப்படி நாட்டை தூக்கி கொடுக்க முடியாது. ஒரு நல்ல ഭരണം വിജയുടെ ഭാഗത്ത് ഉണ്ടാവും തോന്നുന്നുണ്ടോ? அந்த எதிர்பார்ப்பில்லை. ஏன்னா அந்த அளவுக்கு உள்ள அரசியல் அனுபவங்கள் இல்லைல்ல. அதனால அவ்வளவு நல்லபடியா போறது போல எனக்கு தெரியல. ஒரு புது மாற்றம் வேணும்ல, அதுக்காக ஒரு சான்ஸ் எல்லாரும் கொடுத்தாலே. 5 வருஷம் 6 வருஷமாட்டு 2 கட்சியும் மாற்றி இது பண்ணிட்டு இருக்கனால வேற ஒரு புது ஆள் வந்தது கொஞ்சம் இதாக தான் இருக்கு. இருந்தாலும் அவருக்கு ஒரு சான்ஸ் கொடுக்கலாம்ல ஒரு இதுக்காக. പ്രതീക്ഷിച്ചല്ലോ. നല്ലൊരു വ്യക്തിയാണ്. സമൂഹത്തിന് ആവശ്യമുള്ള ഒരാളാണ്. അത് ജനങ്ങൾ കണ്ടു, അതിനെ തിരഞ്ഞെടുത്തു.
പുതിയൊരു മാറ്റം ഉണ്ടാകും. എന്താ പുതിയ മാറ്റം ഉണ്ടാകും, ഒരു വിജയ് വരുമെന്ന് കൺഫേം ആയിട്ട് അറിയാമായിരുന്നു. വരണം വരണം. എന്താണ് അതിന് പറയാനുള്ളത്? നമ്മള് ഇത് ആഴ്ച വന്നിട്ട് ഒന്ന് മാറി വരണം. മാറി വരണത് നമുക്കത് ഇഷ്ടമാണ്. വിശ്വാസത്തോടെ തന്നെ നമ്മളെല്ലാരും വോട്ടളിച്ചത്. ആണല്ലോ, ഇത് എല്ലാരും ഞെട്ടിച്ചോണ്ടാ വിജയ് അധികാരത്തിൽ വന്നത്, മുഖ്യമന്ത്രിയായത് എല്ലാരും ഒരു ഒത്തുളയ്പ് മാറ്റം തമിഴ്നാട്ടിലുണ്ടാവും. നേരത്തെ നടന്ന ആഴ്ചയെ കാട്ടിയും വന്ന് ഇത്രയും ദിവസത്തിനകത്ത് മക്കൾ ജനങ്ങളുമായിട്ടും സ്ത്രീകളുമായിട്ടും എല്ലാവരുമായിട്ടും യാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു നല്ലൊരു മനുഷ്യനായിട്ട് ചേർന്നെടുത്തിരിക്കുന്നു. അയാൾ നല്ല ആഴ്ച ചെയ്യും എന്നുള്ളതിന് പൂർണ്ണ വിശ്വാസമുണ്ട്. 100% നടക്കുകയും ചെയ്യും. ഒരു നല്ലൊരു ഭരണം വിജയിൽ നിന്നുണ്ടാകും തോന്നുന്നുണ്ടോ? தோணுது ஃபர்ஸ்ட் கையெழுத்த பார்க்கும்போதே ஒரு இதா தெரியுது. പിന്നെ அவருக்கு ஒவ்வொரு மாற்றத்தை பொறுத்துதான் இருக்கு. அவர் நல்லது செஞ்சா நல்லது. ஆட்சி மாறி இருக்கு, நல்லா இருக்கணும். அவர் 100 வருஷம் நல்லா இருக்கணும்.